സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. മലപ്പുറം എടവണ്ണയിൽ ഇടിമിന്നലേറ്റ ഒരാൾ മരിച്ചു. കൊയിലാണ്ടിയിൽ മരംകൊമ്പ് വീണ് ഇരുചക്രവാഹന യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. അതിശക്തമായ മഴയാണ് വടക്കൻ കേരളത്തിൽ അനുഭവപ്പെടുന്നത്. കണ്ണൂർ പരശുരിലും കൂത്തുപറമ്പിലും വീടുകൾക്ക് മുകളിൽ തെങ്ങ് വീണ് നാശനഷ്ടം സംഭവിച്ചു. ചിറ്റാരിപ്പറമ്പിൽ കടയുടെ മേൽക്കൂര കാറ്റിൽ പറന്നുപോയി. മലയോര മേഖലയിൽ നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും മരങ്ങളും കടപുഴകി വീണു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ മരക്കൊമ്പ് വീണ് ഇരുചക്രവാഹന യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. കൊയിലാണ്ടി LIC ഓഫീസിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ആദർശനാണ് പരിക്കേറ്റത്. പൈതൃക പാർക്കിനോട് ചേർന്ന തണൽ മരത്തിന്റെ കൊമ്പ് മുറിഞ്ഞു വീണാണ് അപകടം സംഭവിച്ചത്. ആദർശനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മാവൂരിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് വീടുകൾ തകർന്നു. അബ്ദുറഹ്മാൻ, കൃഷ്ണൻ നായർ എന്നിവരുടെ വീടുകളാണ് തകർന്നത്. ആളപായമില്ല. മാവൂർ, ചാത്തമംഗലം, പെരുവയൽ, പെരുമണ്ണ പഞ്ചായത്തുകളിൽ വ്യാപകമായ കൃഷിനാശവും സംഭവിച്ചു. മലപ്പുറത്ത് മിന്നലേറ്റ് ഒരാൾ മരിച്ചു. എടവണ്ണ പാലപ്പറ്റ സ്വദേശി കാരിയാണ് മരിച്ചത്. വീട്ടുമുറ്റത്ത് നിൽക്കുന്നതിനിടെ മിന്നലേൽക്കുകയായിരുന്നു. കൊണ്ടോട്ടി നെടിയിരുപ്പ് ചിറയിൽ നെടുമ്പിലങ്ങാട് ഭാഗത്ത് വേനൽ മഴയിൽ കാറ്റിൽ വാഴകൃഷി നശിച്ചു. കൊച്ചിയിലും കനത്ത മഴ. നഗരത്തിലെ ഇടറോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. മെട്രോ ജോലികൾ നടക്കുന്ന മേഖലകളിലും വെള്ളക്കെട്ടുണ്ട്. കൊച്ചി നഗരത്തിന് പുറത്ത് എറണാകുളം ജില്ലയിലെ ഗ്രാമീണ മേഖലകളിലും ശക്തമായ വേനൽ മഴ ലഭിച്ചു. ആലപ്പുഴ പുന്നപ്ര അറവുകാട് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ഗോപുരം തകർന്ന് KSRTC ബസിന് മുകളിൽ വീണു. ആർക്കും പരിക്കില്ല. ശക്തമായ കാറ്റിലാണ് ഗോപുരം നിലംപൊത്തിയത്. തലസ്ഥാനത്തും ശക്തമായ വേനൽ മഴയാണ് ലഭിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.